കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഒരു പറയാനൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ വരച്ചു അല്ലേ. ഇവിടെ y ആക്സിസും ഇവിടെ x ആക്സിസും, ഇവിടെ നമ്മൾ റൈസ് തന്നു, ഇവിടെ വെയിറ്റ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും വരച്ചു അല്ലെ. ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് അതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എക്സാമിന് എപ്പോഴും ഈ റൈസും വീറ്റും തന്നോളന്നില്ല, അത് വേറെ എന്തെങ്കിലും ഉദാഹരണങ്ങളായിരിക്കും തരുന്നുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ എവിടെ അടയാളപ്പെടുത്തും നമുക്ക് മനസ്സിലാവുണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിക്കുക അത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നമുക്ക് എപ്പോഴും റൈസ് വീറ്റ് നമ്മൾ തരുന്നതിന് ചിലപ്പോൾ ഇത് ഷുഗർ ആയിരിക്കാം, ചിലപ്പോൾ എന്താ പറയാ ചില്ലി പൗഡർ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സാമ്പിൾസ് ആയിരിക്കും തരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അത് എവിടെ അടയാളപ്പെടുത്തണം, ഇവിടെ അടയാളപ്പെടുത്തണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന് എങ്ങനെ ചെയ്യിച്ചിട്ട് നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ പ്രൊഡക്ഷന്റെ സമയത്ത്, ഉത്പാദനത്തിന്റെ സമയത്ത് ഒന്നോ രണ്ടോ വീറ്റ് ഉപയോഗിക്കുമ്പോൾ, അതായത് വീറ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ റൈസിൽ കോംപ്രമൈസ് ചെയ്യുമായിരുന്നു അല്ലെ. ഒരു യൂണിറ്റ് ഉത്പാദിപ്പിക്കണമെങ്കിൽ മറ്റൊരു യൂണിറ്റിൽ കുറവ് വരുത്തണം, വേണ്ടാന്ന് വെക്കണം. ആ വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ വീറ്റ് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അരിയുടെ ഉത്പാദനത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു, വേണ്ടാന്ന് വെക്കുന്നു, അത് ഇവിടെ എൻറ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഉത്പാദനം കൂട്ടി വരുന്ന കാര്യങ്ങൾ ഇവിടെ സാക്രിഫൈസ് ചെയ്യാണ്, വേണ്ടാന്ന് വെക്കുകയാണ്. വീറ്റ് നമ്മൾ ആ യൂണിറ്റ് കൂട്ടി വരികയാണ്. ആ കൂട്ടി വരുന്ന യൂണിറ്റുകളിൽ ഇവിടെ എക്സ് ആക്സിസിലും എൻറ്റർ ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ ഒരു യൂണിറ്റ് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ യൂണിറ്റിനെ വേണ്ടാന്ന് വെക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വേണ്ടാന്ന് വെക്കുന്ന യൂണിറ്റുകളെ ഇവിടെ അടയാളപ്പെടുത്താം, ഈ y ആക്സിസിൽ അടയാളപ്പെടുത്താം. അത് നമ്മൾ എത്ര യൂണിറ്റ് ആണോ നമ്മൾ അധികം ഉത്പാദിപ്പിക്കുന്നത് ആ യൂണിറ്റുകളെ x ആക്സിസിലും അടയാളപ്പെടുത്താം. ഇത് ശ്രദ്ധിക്കട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഇത് തരുന്ന സമയത്ത് അത് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് അത് എവിടെയാണ് എൻറ്റർ ചെയ്യാന്നുള്ളത് മറന്നു പോകും. അപ്പൊ ശ്രദ്ധിക്കുക, y ആക്സിസിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന സംഭവങ്ങൾ, വേണ്ടാന്ന് വെക്കുന്ന സംഭവങ്ങളും, x ആക്സിസിൽ എത്ര യൂണിറ്റ് നമ്മൾ അധികം ഉത്പാദിപ്പിക്കുന്നു അത് x ആക്സിസിലും എൻറ്റർ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രോബ്ലംസ് ഓഫ് ആൻ സെൻട്രൽ എക്കോണമി പഠിച്ചു അല്ലെ. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉത്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉത്പാദിപ്പിക്കണം, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, അത് ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ കാണുന്ന എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങളും നമ്മൾ പഠിച്ചു. ഇനി ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ, സെൻട്രൽ പ്രോബ്ലംസിനെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, അപ്പൊ അതിന് കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്ന് നമുക്ക് പരിശോധിക്കാമെന്ന്. ഓക്കെ, അപ്പോ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം. ഏത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിനൊരു ഓർഗനൈസേഷൻ വേണം. അപ്പൊ ആ ഓർഗനൈസേഷൻ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അത് 3 രീതിയിൽ സോൾവ് ചെയ്യാം. നമ്മൾ ഇന്ന് കാണുന്ന സമ്പദ് വ്യവസ്ഥയിൽ 3 രീതിയിലൂടെയാണ് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്നാണ്, ഓർ സോഷ്യലിസ്റ്റ് എക്കോണമി. സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഓർ സോഷ്യലിസ്റ്റ് എക്കോണമി. ഈ ഒരു മെത്തേഡിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നതും ഡീൽ ചെയ്യുന്നതും എല്ലാം ഗവൺമെന്റ് ആണ്. അവിടെ അൾട്ടിമേറ്റ് പവർ ഗവൺമെന്റിനാണ്. അവിടെ പ്രൈവറ്റേഴ്സ് ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. അപ്പോ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പേര് സൂചിപ്പിച്ചത് സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ഇവിടെ സോഷ്യലിസ്റ്റ് എക്കോണമി, അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ. ഇത് നേരെ എന്താവും, സ്വകാര്യ വ്യക്തികളിലേക്ക് എത്തിച്ചേരും. ഇവിടെ ഗവൺമെന്റ് സെൻട്രലി പ്ലാൻഡ് എക്കോണമിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന ഇപ്പോഴും ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ സമ്പദ് ആക്ടിവിറ്റീസും, എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ഗവൺമെന്റ് ആണെങ്കിൽ ഇവിടെ എന്താവും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അഥവാ എല്ലാ കാര്യങ്ങളും
സ്വകാര്യ വ്യക്തികളായിരിക്കും ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ എല്ലാ ഉൽപാദനം എങ്ങനെയാണ്, എന്ത് വേണം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളുടെ കൈകൾ കൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ എക്കണോമിക് പ്ലാനിംഗ് ആണെങ്കിൽ ഇതിലെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്താണെന്ന് പറയാം. ഇവിടെ ഗവൺമെന്റ് തലത്തില് സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്കണോമിക് പ്ലാനിങ്ങിലൂടെ ആയിരുന്നു. നമ്മളുടെ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ വരുന്ന സമയത്ത് ഫുൾ പ്രൈവറ്റ് സെക്ടർ ആണല്ലോ. അപ്പൊ അവിടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടാണ്. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ശക്തികൾ ആണ് തീരുമാനിക്കുന്ന സംഭവമാണ് പ്രൈസ് മെക്കാനിസം. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് ആ ഒരു മാർക്കറ്റിലുള്ള പ്രശ്നങ്ങൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ചേർന്നിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നു. അപ്പോൾ ഒന്നുകൂടി ലളിതമായിട്ട് പറയാം. ഇപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞു, ആ ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ, ആ ഒരു മാർക്കറ്റിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണുന്നത് അവിടുത്തെ ഡിമാൻഡും സപ്ലൈയും ഫോഴ്സസ് എന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമേഴ്സും ഉൽപാദകരും, ഉപഭോക്താക്കളും ഉൽപാദകരുമാണ് ആ ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ആഡം സ്മിത്ത് ഇതിനെ ഇൻവിസിബിൾ ഹാൻഡ്സ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താ കാരണം? ഇൻവിസിബിൾ ഹാൻഡ്സ്, അതായത് അദൃശ്യമായ കരങ്ങൾ, അദൃശ്യമായ കൈകൾ. അങ്ങനെ അദ്ദേഹം ഇതിനെ വിളിക്കാൻ കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാർക്കറ്റിൽ സംഭവിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല, അല്ലെ? ഇതൊരു പ്രോസസ് ആണ്. ഒരു മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഒരു പ്രൊഡക്ഷൻ, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ, അതിന് വിതരണം ഉണ്ട്, ഉൽപാദനം ഉണ്ട്, സപ്ലൈ ഉണ്ട്, ഉപഭോഗം ഉണ്ട്. ഇതൊരു പ്രോസസ് ആണ്. ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആഡം സ്മിത്ത് ഇതിനെ വിളിച്ചത് ഇൻവിസിബിൾ ഹാൻഡ്സ്, അദൃശ്യമായ കരങ്ങൾ എന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗവൺമെന്റിലെ പബ്ലിക് സെക്ടർ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു. ഇനി അത് പ്രൈവറ്റിലേക്ക് വരുമ്പോൾ എന്താവും? നേരെ പ്രൈവറ്റ് സെക്ടർ ആവും. ഇതിനൊരു ഉദാഹരണം പറയാം. ഗവൺമെന്റിലായ സമയത്ത് പബ്ലിക് സെക്ടർ, ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ എടുക്കാം. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്കൊരു ചികിത്സക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് വേണ്ട, പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും കൊടുക്കണ്ട. നമുക്കത് ഫ്രീ ആണ്, സേവനം ഫ്രീ ആണ്. കാരണം ഗവൺമെന്റ് സ്ഥാപനങ്ങളാവുമ്പോൾ അത് ജനങ്ങൾക്കുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ പ്രൈവറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടേഴ്സിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫീസ് എടുക്കണം, അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അത് ഒന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ പ്രൈവറ്റ് സെക്ടറിൽ അവർ ലാഭം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്തുദ്ദേശിച്ചിട്ടുള്ളതാണ്? ലാഭം. അപ്പോ ഇവിടെ സോഷ്യൽ വെൽഫെയർ, അതായത് സാമൂഹിക ക്ഷേമാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന സമയത്ത് അത് പ്രോഫിറ്റ് മോട്ടീവ് ആവും. അതായത് ലാഭം ഉദ്ദേശിച്ചിട്ടുള്ള സംഭവങ്ങളാണ്, അല്ലെ? പ്രൈവറ്റേഴ്സ് സാമൂഹ്യക്ഷേമക്ക് മാത്രമാണോ? അല്ല, അവർക്ക് ലാഭം കൂടെ കിട്ടണം. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ ഇപ്പോഴും ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. ഫസ്റ്റത്തെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, അതായത് സോഷ്യലിസ്റ്റ് എക്കോണമിക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ചൈനയാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അമേരിക്കയാണ്. ഇനി ഇത് രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഒരു മെത്തേഡ് മിക്സഡ് എക്കോണമി. ഇന്നത്തെ 20ാം നൂറ്റാണ്ടിലുള്ള ഏകദേശം ഒരുവിധം നല്ല ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഈ ഒരു മിക്സഡ് എക്കോണമി എന്നുള്ള ഒരു മെത്തേഡിലൂടെയാണ് നീങ്ങുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ത്യ. ഇനി എന്താണ് ഇത് സംഭവം എന്നുള്ളത് നോക്കാം. ഇപ്പോ ഈ ഒരു കൺട്രോൾ ചെയ്യുന്നത്, മാർക്കറ്റിന്റെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് മിക്സഡ് എക്കോണമി ആവുമ്പോൾ ഗവൺമെന്റും ഒരു പാർട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, കുറച്ച് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ ഇന്ത്യ തന്നെ ഉദാഹരണം എടുത്ത് നോക്കിയാൽ മതി. പല സ്ഥാപനങ്ങളും അതിൽ പകുതി ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടാവും, പകുതി പ്രൈവറ്റ് ഷെയർ ഉണ്ടാവും, അല്ലെ? അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോ ഈ ഒരു മിക്സഡ് എക്കോണമി ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം, ബോത്ത്, രണ്ടിന്റെയും ഒരു മിക്സിംഗ് ആണ്, അല്ലെ? ഗവൺമെന്റ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്.
പിന്നെ അതിന്റെ പ്ലാനിങ്ങിലേക്ക് പോകുമ്പോൾ അത് എങ്ങനെ ഉത്പാദിപ്പിക്കണം, എന്ത് ഉത്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകുമ്പോൾ അതിലെ പ്രൈസ് മെക്കാനിസവും അതിൽ വരുന്നുണ്ട്, എക്കണോമിക് പ്ലാനിങ്ങും വരുന്നുണ്ട്. കാരണം പകുതി കുറച്ച് ഗവൺമെന്റുമാണ്, കുറച്ച് പ്രൈവറ്റുമാണ്. അപ്പോ അതുപോലെ തന്നെ അത് രണ്ടും വരും. പിന്നെ വരുന്നത് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ആണ്. മിക്സഡ് എക്കോണമിയിൽ അത് കുറച്ച് കാര്യങ്ങൾ പ്രൈവറ്റും വരും, സ്വകാര്യ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഇത് വരും. പിന്നെ ഗവൺമെന്റ് ആവുമ്പോൾ അത് പൊതുമേഖല ഉണ്ടാവും. മിക്സഡ് എക്കോണമി എന്ന സമയത്ത് ഇത് രണ്ടിന്റെയും ഒരു മിക്സിംഗ് ആണ്, ബോത്ത്. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഇങ്ങനെ ബോത്തിൽ എഴുതേണ്ട, അത്യാവശ്യം എഴുതാം. അപ്പോ ഇവിടെ എഴുതാം ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഇൻ മാർക്കറ്റ്, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. പിന്നെ ഇവിടെ മിക്സഡ് എക്കോണമിയിൽ നാലാമത്തെ കാര്യം, ഇത് സോഷ്യൽ വെൽഫെയർ ആയിരുന്നു ഗവൺമെന്റിൽ ഉണ്ടായിരുന്നത്, അത് പ്രൈവറ്റിലാകുമ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് ആയി. നമ്മുടെ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് രണ്ട് ആൾക്കാരുണ്ടാവുന്ന സമയത്ത് അത് ഒരു സോഷ്യൽ വെൽഫെയർ ഓൾസോ പ്രോഫിറ്റ് മോട്ടീവ്, രണ്ടും കൂടെ ഉള്ളൊരു മിക്സിംഗ് ആണ്. അപ്പൊ ഇനി ഒന്നുകൂടെ ജസ്റ്റ് പറയാം. ഇതിന് ഉദാഹരണം പറഞ്ഞു, ഇന്ത്യയാണ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ. ഇന്ത്യ മാത്രമല്ല, ഇന്ന് കാണുന്ന പല രാജ്യങ്ങളും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇതിപ്പോ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്നത് അമേരിക്കയാണ്, ഇത് ചൈനയാണ്. ഇനി ഒന്നുകൂടെ പറയാം, ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്ന് ചുരുക്കി പറയാം. ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് അതായത് ഒരു സാമ്പത്തിക എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ഒരു സംഘടന, ഓർഗനൈസേഷൻ. അപ്പോൾ സെൻട്രലി അതിൽ മൂന്ന് മെത്തേഡാണ് വരുന്നത്. ഒന്ന് സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഓർ സോഷ്യലിസ്റ്റ് എക്കോണമി, അല്ലെങ്കിൽ മാർക്കറ്റ്, രണ്ടാമത്തത് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മൂന്നാമത്തത് മിക്സഡ് എക്കോണമി. ഇങ്ങനെ മൂന്ന് മെത്തേഡാണ് നമുക്കൊരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യപ്പെടുന്നത് ആര് മുഖേനയാണ്? ഗവൺമെന്റ് മുഖേനയാണ് അല്ലെ. പിന്നെ അത് വരുന്നത് എക്കണോമിക് പ്ലാനിംഗ് ആണ്. എല്ലാ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. മൂന്നാമത്തത് പബ്ലിക് സെക്ടർ. ഗവൺമെന്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളായിരിക്കും, അതാണ് പബ്ലിക് സെക്ടർ. 4 സോഷ്യൽ വെൽഫെയർ. ഗവൺമെന്റ് പബ്ലിക് സെക്ടേഴ്സും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? അവിടെ ജീവിക്കുന്ന സമൂഹത്തിന്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് നാലാമത്തെ പോയിന്റ്, സോഷ്യൽ വെൽഫെയർ. നേരെ നെക്സ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വരുന്ന സമയത്ത് അതിന്റെ നേരെ തിരിച്ച്, ഇവിടെ ഗവൺമെന്റ് ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് മാർക്കറ്റ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, സ്വകാര്യ വ്യക്തികളുടെ കൈകളാണ് ആ മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു എക്കണോമി മുന്നോട്ട് പോകുന്നത്. പ്രൈസ് മെക്കാനിസം എന്ന തിയറിയാണ് അവിടെ ഉണ്ടാവുക. ഗവൺമെന്റിൽ അത് എക്കണോമിക് പ്ലാനിംഗ് ആയിരുന്നു, ഇവിടെ പ്രൈസ് മെക്കാനിസം. അതായത് ആ ഒരു മാർക്കറ്റിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത് രണ്ട് ഫോഴ്സുകളാണ്, ഒന്ന് ഡിമാൻഡ് പിന്നെ സപ്ലൈ. ഈ ഫോഴ്സുകളാണ് ആ മാർക്കറ്റിലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നത്. ആഡം സ്മിത്ത് ഇതിനെ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു? ഇൻവിസിബിൾ ഹാൻഡ്സ്, അദൃശ്യമായ കൈകളായിരുന്നു ഈ ഒരു പ്രൈസ് മെക്കാനിസത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്തായിരുന്നു? ഡിമാൻഡ് ആൻഡ് സപ്ലൈ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈസ് മെക്കാനിസം എന്ന് വിളിച്ചിരുന്നു. ഇൻവിസിബിൾ ഹാൻഡ്സ് എന്ന് ആഡം സ്മിത്ത് വിളിച്ചിരുന്നു. പിന്നെ പ്രൈവറ്റ് സെക്ടേഴ്സ് ആണ്, എല്ലാ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളുടെ കൈകളിലാണ്. പിന്നെ വരുന്നത് പ്രോഫിറ്റ് മോട്ടീവ് ആണ്. നമ്മൾ ഗവൺമെന്റിൽ പഠിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇതിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൽ പ്രോഫിറ്റ് മോട്ടീവ്, അവർ പ്രൈവറ്റൈസ് ആവുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടണം? ലാഭം കിട്ടണം. അവരുടെ എന്ത് കാര്യം ചെയ്യുന്നതിൽ നിന്നും ലാഭം തിരിച്ചവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് ആണ്, പ്രോഫിറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, ലാഭേച്ഛ എന്ന് പറയട്ടോ മലയാളത്തില്. പിന്നെ മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമി ആവുന്ന സമയത്ത് രണ്ടിന്റെയും ഒരു മിക്സഡ് ആണ്. അപ്പോൾ ഗവൺമെന്റ്, ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എവിടെ ഉണ്ടാവും? ആ മാർക്കറ്റിൽ ഉണ്ടാവും. സെക്കൻഡ് വൺ എക്കണോമിക് പ്ലാനിംഗ് പ്ലസ് പ്രൈസ് മെക്കാനിസം. മിക്സഡ് എക്കോണമിയിൽ രണ്ടിന്റെയും ഒരു മിക്സഡ് ഉണ്ടാവും. പിന്നെ മിക്സഡ് എക്കോണമി ആവുമ്പോൾ അവിടെ എന്തുണ്ടാവും? സ്വകാര്യ വ്യക്തികളുടെ പ്രാതിനിധ്യം ഉണ്ടാവും, ഗവൺമെന്റിന്റെ പ്രാതിനിധ്യം ഉണ്ടാവും. നാലാമത്തെ കാര്യമാണ് സോഷ്യൽ വെൽഫെയർ പ്ലസ് പ്രോഫിറ്റ് മോട്ടീവ്. അതായത് സാമൂഹ്യ ജനക്ഷേമക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ലാഭം പ്രതീക്ഷിച്ചിട്ടുള്ള സംഭവങ്ങളും ഒരു മിക്സഡ് എക്കോണമിയിൽ ഉണ്ടാവും. ഇത് ക്ലിയർ ആയാലോ? സിമ്പിൾ ആണ്. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഇതിൽ പഠിക്കുക. ഇങ്ങനെ ഒരു 3 കോളൊക്കെ ആയിട്ട് എക്സാമിന് എഴുതുന്ന സമയത്ത് ഇതൊന്നുകൂടെ വിശദീകരിച്ചിട്ട് എഴുതുക. ആദ്യം ഇങ്ങനെ ഒരു ഷെഡ്യൂൾ വരച്ചിട്ട് അതിന്റെ ഓരോ കാര്യങ്ങളും
ഡിഫൈൻ ചെയ്തിട്ട് താഴെ എഴുതുക. ഇത് കൂടുതലും എക്സാമിനൊക്കെ ചോദിക്കുന്നത് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചുരുക്കുക. ചിലപ്പോൾ കുറച്ച് കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്താണ് ഒരു സംഭവം എന്നുള്ളത് ഓരോ ടൈറ്റിൽ എഴുതിയിട്ട് അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതിയാവും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മള് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് പഠിച്ചു. ഇനി ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ 2 രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാം. അവിടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിനെ 2 രീതിയിൽ അനലൈസ് ചെയ്യാം. There are 2 types of analysis. ഒന്ന് പോസിറ്റീവ് എക്കണോമിക്സ്, 2 നോർമേറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സിൽ പറയുന്നത്, പോസിറ്റീവ് എക്കണോമിക്സ് അനാലിസിസ് പറയുന്നത് വാട്ട് ഈസ്, അതായത് എന്ത് പ്രശ്നങ്ങളും ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ് ആ പ്രശ്നം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എക്കണോമിക്സിൽ പറയുന്നത് ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ വളരെ വീക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നല്ല റിസഷൻ ഉണ്ട്. അങ്ങനെ എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മാത്രമാണ് പോസിറ്റീവ് എക്കണോമിക്സിൽ പറയുന്നത്. അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു, എങ്ങനെ ഉണ്ടാവുന്നു, അതിനുള്ള പരിഹാര മാർഗങ്ങൾ, ഇതൊന്നും പോസിറ്റീവ് എക്കണോമിക്സിൽ പഠിക്കുന്നില്ല. അവിടെ പറയുന്നത് എന്താണ് ആ പ്രശ്നം എന്നുള്ളത് മാത്രമാണ്. ഇനി അതൊരു ഇങ്ങനെയുള്ള എന്താണെന്നുള്ള ഒരു സ്റ്റഡി മാത്രമേ ഉള്ളൂ. നോർമേറ്റീവ് എക്കണോമിക്സിലേക്ക് പോകുന്ന സമയത്ത് അതൊരു ഡീപ്പ് സ്റ്റഡിയാണ്. ആ പ്രോബ്ലത്തെ കുറിച്ചിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങളുടെ സോൾവ് എങ്ങനെ ചെയ്യാം, എന്തുകൊണ്ടാണ് അത് വന്നത്, എങ്ങനെയൊക്കെ വന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോർമേറ്റീവ് എക്കണോമിക്സിൽ വരുന്നത്. ഉദാഹരണം പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് എക്കണോമിക്സിൽ ഒരു ഉദാഹരണം പറഞ്ഞു, അൺഎംപ്ലോയ്മെന്റ്. ഇന്ത്യയിൽ വളരെയധികം അൺഎംപ്ലോയ്മെന്റ്, ജോലി ഇല്ലായ്മ ഉണ്ട് അല്ലെ. അപ്പോ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന അനാലിസിസിലേക്ക് വരുമ്പോൾ അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അവിടെ നടക്കുന്നത്. എന്തുകൊണ്ട് അൺഎംപ്ലോയ്മെന്റ് വന്നു, അത് എങ്ങനെ വന്നു, ഇനി അതൊക്കെ സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പൈസ വരില്ല അല്ലെ, ആൾക്കാർക്ക് ജോലിയില്ല. അപ്പൊ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥനെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും. ഒരു നല്ല രീതിയിലാവില്ല മുന്നോട്ട് പോകുന്നുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു അനാലിസിസ് ആണ് നോർമേറ്റീവ് എക്കണോമിക്സ്. അത് വാട്ട് ഓട്ട് ടു ബി, ഒരു സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരിക്കണം, വാട്ട് ഓട്ട് ടു ബി, അതായത് ആ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് 2 തമ്മിലുള്ള വ്യത്യാസം. ഒന്നുകൂടെ പറയാം. പോസിറ്റീവ് എക്കണോമിക്സിൽ എന്താണ് പ്രശ്നം, ഒരു പ്രശ്നത്തിന്റെ കാരണങ്ങളല്ല, ആ പ്രശ്നം എന്താണെന്നുള്ളത് മാത്രമേ പോസിറ്റീവ് എക്കണോമിക്സിൽ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. നോർമേറ്റീവ് എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് വാട്ട് ഓട്ട് ടു ബി, എങ്ങനെയായിരിക്കണം ഒരു സമ്പദ് വ്യവസ്ഥ, പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ഡീപ്പ് സ്റ്റഡിയാണ് നോർമേറ്റീവ് എക്കണോമിക്സിലേക്ക് വരുന്നത്. ഇനി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ 1ന്റെ ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കാട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ, ഈ 2 കാര്യം. ഒന്നില് എന്താണെന്നുള്ളതും ഒന്നില് എന്തായിരിക്കണം എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. ഇങ്ങനെ 2 അനാലിസിസ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്ന 2 എക്കണോമിക് അനാലിസിസ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്കണോമിക് തിയറി. എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്താണത് നമ്മളൊന്നും പഠിച്ചിട്ടില്ല അല്ലെ. അപ്പൊ ഇനി എന്താണ് നമുക്ക് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്താണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോ എക്കണോമിക് തിയറി can be classified into 2, മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് മാക്രോ എക്കണോമിക് തിയറി. ഇങ്ങനെ 2 തിയറികളാണ് എക്കണോമിക്സിലുള്ളത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ പറയുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. മൈക്രോ എന്ന വേർഡ് വന്നത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള മൈക്രോസ്, അതിന്റെ അർത്ഥം ചെറുത്, സ്മാൾ എന്ന വേർഡ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ എക്കണോമി എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം ലാർജ്. മൈക്രോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം, മൈക്രോ എന്ന വേർഡിന്റെ അർത്ഥം മൈക്രോ, സൂക്ഷ്മമായിട്ടുള്ള, ചെറുത്. മാക്രോ എന്നതിന്റെ അർത്ഥം സ്ഥൂല, വലുത്, ലാർജ് എന്നുള്ള ഒരർത്ഥമാണ് മാക്രോ എക്കണോമിക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ തമ്മിലുള്ള 2 ഡിഫറൻസ് എന്ന് പറയുന്നത്, മൈക്രോ എക്കണോമി ഈസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്.
ഒരു എക്കണോമിയിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമി. ഒരു വ്യക്തി, ഒരു സ്ഥാപനം, ഒരു സ്കൂള്, ഒരു ഒരു യൂണിറ്റ്, ഇതിനുള്ള ഒരു 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 ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. ചെറുത് എന്തെല്ലാം സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കുന്നു അതിനെല്ലാം മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നു. നേരെ തിരിച്ച് മാക്രോ എക്കണോമിക്സിലേക്ക് എത്തുന്ന സമയത്ത് എക്കണോമി ആസ് എ ഹോൾ, ഒരു രാജ്യത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥ, ഒരു അൺഎംപ്ലോയ്മെന്റ്, ആ രാജ്യത്തിലെ ജോലി ഇല്ലായ്മ, അല്ലെങ്കിൽ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ആ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം, ഇങ്ങനെ മൊത്തത്തെ കുറിച്ച് പഠിക്കുന്ന, ടോട്ടൽ എന്നിങ്ങനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ തമ്മിലുള്ള രണ്ട് ഡിഫറൻസ് മനസ്സിലായോ? ഒന്ന് മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് ഒരു യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്നു, മാക്രോ എക്കണോമിക്സിലേക്ക് അത് നമ്മുടെ ടോട്ടൽ ആയിട്ട് പഠിക്കുന്നു. അപ്പൊ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി. മൈക്രോ എന്ന് പറയുമ്പോൾ സൂക്ഷ്മം, ഒന്ന് ചെറുത് അങ്ങനെ വിചാരിക്കുക. മാക്രോ എന്ന് പറയുമ്പോൾ എക്കണോമി ആസ് എ ഹോൾ, ടോട്ടൽ, കമ്പനികൾ, വ്യക്തികൾ, ഒരു രാജ്യം, ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ, ഇങ്ങനെ ആ നാഷണൽ ഇൻകം, ആ രാജ്യത്തിന്റെ വരുമാനം, ഇങ്ങനത്തെ ടോട്ടൽ കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് പഠിക്കാം. എക്കണോമിക് തിയറിനെ രണ്ടായിട്ട് തിരിച്ചു, അതായത് മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും. അപ്പൊ ഇത് തമ്മിലുള്ള പോയിന്റ്സ് ഓഫ് ഡിഫറൻസ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ്സ് ഓഫ് സ്റ്റഡി, അതായത് ഈ മൈക്രോ എക്കണോമിക്സ് ആണെങ്കിലും മാക്രോ എക്കണോമിക്സ് ആണെങ്കിലും നമ്മൾ അതിനെ പഠിക്കുന്ന കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, മൈക്രോ എക്കണോമിക്സ് കൺസ്യൂമേഴ്സ്, വ്യക്തികൾ, ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് എന്നിങ്ങനെ പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്. ഹൗസ് ഹോൾഡ്, ഒരു വീട്, ഫേംസ്, ഒരു കമ്പനി, ഒരു വ്യക്തി, ഒരു വീട്, ഒരു കമ്പനി, ഇങ്ങനെ ഒരു എന്നുള്ള സംഭവങ്ങൾ പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്. അത് മാക്രോ എക്കണോമിക്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം, ഒരു രാജ്യത്തിന്റെ എന്ന് പറയുമ്പോൾ ടോട്ടൽ ആണ്, അതുകൊണ്ടാണ് അത് മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ പ്രൈസ് ലെവൽ, ആ രാജ്യത്തുള്ള വില രീതികൾ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ വ്യവസ്ഥയിലുള്ള ഒരു പ്രൈസ് ലെവൽ എന്നിങ്ങനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, മൈക്രോ എക്കണോമിക്സിലാവുമ്പോൾ ഒരു കൺസ്യൂമർ, ഹൗസ് ഹോൾഡ്, ഒരു വീട്, ഫേംസ്, ഒരു കമ്പനി, ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് മാക്രോ എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് അത് ടോട്ടൽ ആണ്. GDP, പ്രൈസ് ലെവൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. ഇനി മെത്തേഡ്, അതിന് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. അത് മൈക്രോ എക്കണോമിക്സിൽ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്നുള്ള മെത്തേഡും ഇതില് ജനറൽ ഇക്വിലിബ്രിയം എന്നുള്ള മെത്തേഡാണ്. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പാർഷ്യൽ എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കിയാല് ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാം. മെത്തേഡ്, ഇതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് പാർഷ്യൽ ഇക്വിലിബ്രിയം, കുറച്ച് ഒരു വിശകലനം ചെയ്യുന്ന സമയത്ത് അതിലെ കുറച്ച് വിശകലനം ചെയ്യുക. ജനറൽ ഇക്വിലിബ്രിയം, ആ ഒരു വ്യവസ്ഥയെ മൊത്തം വിശകലനം ചെയ്യുക എന്നുള്ളതാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. പിന്നെ സ്കോപ്പ്, അതിന്റെ വ്യാപ്തി, ആ പഠനത്തിന്റെ വ്യാപ്തി. സിമ്പിൾ മൈക്രോ യൂണിറ്റ്, മൈക്രോ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മൈക്രോസ്കോപ്പ് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? സൂക്ഷ്മമായിട്ട് കാണാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പോ ഇത് മനസ്സിൽ വെക്കുക. സിമ്പിൾ മൈക്രോ യൂണിറ്റ്, ഓരോ മൈക്രോ യൂണിറ്റ്, ഓരോ കാര്യങ്ങളെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോ സ്കോപ്പില് അതിന്റെ ആ ഒരു സ്റ്റഡിയുടെ വ്യാപ്തി, സ്റ്റഡിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ മൈക്രോ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്. സിമ്പിൾ മൈക്രോ യൂണിറ്റ്, ഒറ്റപ്പെട്ട സൂക്ഷ്മമായ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുകയാണ്. അത് മൈക്രോ എക്കണോമിക്സിൽ വരുമ്പോൾ അഗ്രിഗേറ്റ് എക്കണോമി, ആ ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് പഠിക്കുന്നു. ഇനി അതിന്റെ വ്യൂ പോയിന്റ്, വോംസ് ഐ വ്യൂ, അതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു മൈക്രോ എക്കണോമിക്സ് പറയുന്നത് സൂക്ഷ്മമായിട്ട് പഠിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ എടുത്തിട്ടും പഠിക്കുകയാണ്. വോംസ് ഐ വ്യൂ എന്ന് പറഞ്ഞത് പുഴുവിന്റെ കണ്ണിലൂടെ നോക്കുക എന്നുള്ളതാണ്. ഒരു പുഴു ഇങ്ങനെ അരിച്ചു പോകുന്ന സമയത്ത്, ഇഴഞ്ഞ് പോകുന്ന സമയത്ത് ആ പുഴുവിന്റെ കാഴ്ച എന്ന് പറയുന്നത് തൊട്ടടുത്തേക്കുള്ള കാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം സൂക്ഷ്മമായിട്ട് കാണുന്നു, പക്ഷെ തൊട്ടടുത്തുള്ള മാത്രമേ കാണുള്ളൂ, അല്ലെ? മൊത്തം കാണാൻ പറ്റില്ല. ഒരു പുഴുവിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പൊ അതിന് പോകുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാം. അതാണ് ഇവിടെ വോംസ് ഐ വ്യൂ എന്ന് പറയുന്നത്. അത് മാക്രോ എക്കണോമിക്സിൽ വരുന്ന സമയത്ത്
ബേർഡ്സ് ഐ വ്യൂ. എന്താ രണ്ടും തമ്മിലുള്ള മാറ്റം? ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത് ഒരു പക്ഷി ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് ആ പക്ഷിക്ക് മൊത്തം കാണാൻ പറ്റും അല്ലേ? ഒരു താഴത്തൂടെ പോകുന്ന സമയത്ത് അതിന്റെ ചുറ്റും മുന്നും ഭാഗത്തുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റുള്ളൂ. മാക്രോ എന്ന് പറയുന്നത് മൊത്തമായിട്ട് കാണാം അല്ലെ? നമ്മള് ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ലാൻഡിങ്ങിന്റെ ടൈമിലൊക്കെ ഏകദേശം വലിയൊരു വ്യൂ ആ കിട്ടുന്നത് അല്ലെ? പക്ഷെ ഫ്ലൈറ്റ് താഴെത്തി കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സംഭവം ആ ഒരു മെത്തേഡ് ക്ലിയർ ആയില്ലേ? ഇത് ഒരു ബേർഡ്സ് ഐ വ്യൂ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാക്രോ വലിയ വലിയ ഒരു ഏരിയ നമ്മൾക്ക് കാണാൻ പറ്റും, അതാണ് ബേർഡ്സ് ഐ വ്യൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ്, ഈ പഠനത്തിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് എന്താണ്? To analyze the behavior of individual economic units. അതായത് ഓരോ വ്യക്തികളുടെ സ്വഭാവത്തെ കുറിച്ചാണ് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. ഇനി അത് മാക്രോ എക്കണോമിക്സ് ആണെങ്കിലോ to analyze the behavior of the economy its aggregate. ഒരു സമ്പദ് വ്യവസ്ഥയുടെ, ഒരു മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ഒരു മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവം എന്നിങ്ങനെ, മൊത്തം ടോട്ടൽ എന്നിങ്ങനെയാണ് ഇതിലെ പഠിക്കുന്നത്. എക്സാമ്പിൾ, ഇതിന് ഉദാഹരണം, ഇപ്പോ മൈക്രോ എക്കണോമിക്സിന് ഉദാഹരണം ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഇൻഡിവിജ്വൽ ഇൻകം. ഒരാളുടെ ഡിമാൻഡ്, ഒരു വ്യക്തിയുടെ ഡിമാൻഡ് എന്താണ്, ഒരാളുടെ വരുമാനം എന്താണ്, അങ്ങനെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. ഇനി മാക്രോ എക്കണോമിക്സിൽ വരുന്ന സമയത്ത് അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ഡിമാൻഡ്, ആ ഒരു പ്രദേശത്തെ മൊത്തം ഡിമാൻഡ്, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ മൊത്തം ഡിമാൻഡ്, അല്ലെങ്കിൽ ആ നാഷണൽ ഇൻകം, ആ രാജ്യത്തെ മൊത്തം വരുമാനം എത്ര വരുന്നുണ്ട് എന്നുള്ളതാണ് മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. മൈക്രോ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് ഒരു വ്യക്തി, ഒരു യൂണിറ്റ്, ഒരാള്, ഒരു കമ്പനി, ഒരു വീട് എന്നിങ്ങനെ ഒരു 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 എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് മീൻസ്. സൂക്ഷ്മമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഈ പെന്നിനെ കുറിച്ച് പറയണമെങ്കിൽ പ്രൈസ് ഓഫ് എ പെൻ, അതൊരു മൈക്രോ എക്കണോമിക്സിൽ പറയുന്നത്. ഇതിന്റെ റേറ്റ് എത്രയാണ്, ഇതിന്റെ പ്രൈസ് എത്രയാണ്, അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൽ പോകുന്ന സമയത്ത് ലാർജ്, വലുത്, ടോട്ടൽ എൻറ്റയർ കൺട്രി, അല്ലെങ്കിൽ നാഷണൽ ഇൻകം, GDP, അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ ഒരു രാജ്യത്ത് സംഭവിക്കുന്ന, അല്ലെങ്കിൽ മൊത്തം കുറെ കമ്പനികൾ, കുറെ ആൾക്കാർ, ഇങ്ങനെ സമഗ്രമായിട്ട് പഠിക്കുന്നതിനാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ എല്ലാം എക്സ്പ്ലനേഷൻസും ഒരു ഷെഡ്യൂളും ചാർട്ട്സും എല്ലാം നമ്മൾ ഇനി ക്ലാസ്സിൽ നമ്മൾ നോട്ട്സിൽ തരുന്നതായിരിക്കും. ശരിക്കും എഴുതി വെക്കുക. ഇന്ന് തന്നെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെഫർ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. രണ്ടും തമ്മിൽ വളരെ ഈസിയാണ്. ഇത് ഷെഡ്യൂൾ ചെയ്ത് പഠിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഇങ്ങനെ പഠിക്കുക, ഒരു ഷെഡ്യൂളിൽ ചെയ്തിട്ട് അത് ഇങ്ങനെ ഒരു ബോക്സിലൊക്കെ എഴുതിയിട്ട് പഠിക്കുക. നോട്ട്സ് അങ്ങനെ തന്നെ നമുക്ക് തരുന്നുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ.